Hi, I am Dr. Radhakrishnan Nair, practicing gynecologist with special interest in andrology and sexual medicine from Cochin. നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു എന്നിരിക്കട്ടെ. പെട്ടെന്ന് പനി വന്നപ്പോൾ ഒരു ജനറൽ ചെക്കപ്പിന് പോയതാണ്. പക്ഷെ ബ്ലഡ് റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ HIV പോസിറ്റീവ് ആണെന്ന് കണ്ടാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ പങ്കാളിയോട് അത് പറയുമോ? വിവാഹം വേണ്ടെന്ന് വെക്കുമോ? അതോ ഈ ജീവിതം അവസാനിപ്പിക്കുമോ? പെട്ടെന്നൊരു ഉത്തരം കിട്ടുന്നില്ല അല്ലേ? എന്നാൽ ഈ സാഹചര്യത്തെ നേരിട്ട ബാബു എന്നൊരു യുവാവിന്റെ യഥാർത്ഥ കഥയാണ് ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ IT ഫീൽഡിലായിരുന്നു ബാബുവിന് ജോലി. അന്ന് 28 വയസ്സായിരുന്നു. പല പ്രൊഫഷണലുകളെ പോലെ ബാബുവും തന്റെ കരിയറിൽ കൂടുതൽ ശ്രദ്ധിച്ചു. അവൻ വീട്ടിൽ വരുമ്പോഴെല്ലാം അച്ഛനും അമ്മയും വിവാഹത്തിന്റെ കാര്യം എടുത്തിടും. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ബാബു മാറ്റിവെക്കും. വീട്ടിൽ നിന്ന് മാറി നിന്ന കാലത്ത് ബാബുവും മറ്റു പലരെയും പോലെ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുമായിരുന്നു. അതുവഴി വ്യത്യസ്ത ആളുകളെ കണ്ടുമുട്ടി. ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് അല്ലെങ്കിൽ കാഷ്വൽ ബന്ധങ്ങളായിരുന്നു അതല്ല. അതിന്റെ അപകടങ്ങളെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു തവണ ബാബു നാട്ടിൽ വന്നപ്പോൾ അച്ഛനും അമ്മയും അവനെ ബാംഗ്ലൂർ IT ജോലി ചെയ്യുന്ന വിദ്യ എന്നൊരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുത്തു. അവർ കണ്ടുമുട്ടി, സംസാരിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ പരസ്പരം ഇഷ്ടപ്പെടുകയും ചെയ്തു. 6 മാസം സംസാരിച്ച് ഇഷ്ടപ്പെട്ട് 2 മാസങ്ങൾക്ക് ശേഷം അവർ വിവാഹ നിശ്ചയം നടത്തി. 1 വർഷം കഴിഞ്ഞ് മതി വിവാഹമെന്ന് രണ്ടുപേരും തീരുമാനിച്ചു. വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഏകദേശം 4 മാസം കഴിഞ്ഞപ്പോൾ ബാബുവിന് വല്ലാത്ത ക്ഷീണം തുടങ്ങി. ശരീരഭാരം കുറഞ്ഞു വന്നു. ടെൻഷൻ അടിച്ചിട്ട് ബാബു ഡോക്ടറുടെ അടുത്തേക്ക് പോയി. പരിശോധനകൾക്ക് ശേഷം ഞെട്ടിക്കുന്ന വാർത്തയാണ് കേട്ടത്. ബാബു HIV പോസിറ്റീവ് ആയിരുന്നു. ബാബു ആകെ തളർന്നുപോയി. വിവാഹം വേണ്ടെന്ന് വെച്ചാലോ, വീട്ടുകാർ അറിഞ്ഞാലോ അവർ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും? അതിന് നല്ലത് ഈ ജീവിതം അവസാനിപ്പിക്കുന്നതല്ലേ? അങ്ങനെ പോയി ബാബുവിന്റെ സംശയങ്ങൾ. ഒടുവിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എന്നെ കൺസൾട്ട് ചെയ്യാൻ വന്നു. എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഡോക്ടർ. ഇപ്പോൾ എനിക്കും ഡോക്ടറിന് മാത്രമല്ലേ ഇത് അറിയത്തുള്ളൂ. ഇനി ഞാൻ ജീവിക്കണോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ആരോടും ഇത് പറയരുത്, എനിക്ക് HIV ആയിരുന്നുവെന്ന്. അയാളുടെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാൻ വേണ്ടി ഞാൻ ക്ഷമയോടെ കേട്ടിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, വളരെ ശരിയാണ് ബാബു പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്കും എനിക്കും മാത്രമേ ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. വേറെ ആരും അറിയണമെന്നില്ല. പരിഭ്രാന്തനാകേണ്ട ആവശ്യവുമില്ല. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇതിനെ നേരിടാം. ഇപ്പോൾ HIV ഒത്തിരി നല്ല മരുന്നുകളുണ്ടല്ലോ. അത് കഴിച്ച് നോർമൽ ജീവിതം നയിക്കുന്ന ഒത്തിരി പേരെ എനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് ചികിത്സ ഉടനെ ആരംഭിക്കണം. 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. വൈറൽ ലോഡ് എത്രയെന്ന് നോക്കാം. ആ റിസൾട്ട് കണ്ടതിന് ശേഷം അടുത്ത കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. പക്ഷെ അതുവരെ ശാന്തമായിരിക്കണം. എന്ത് പ്രശ്നം വന്നാലും ഞാൻ കൂടെ ഉണ്ടെന്ന് ഉറപ്പും കൊടുത്തു. ബാബുവിന് ആശ്വാസം തോന്നി. പക്ഷെ ഡോക്ടർ, വിദ്യയുടെ കാര്യമോ? അതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യം. ശരി, ഞാൻ വിദ്യയോട് നേരിട്ട് സംസാരിക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. കാര്യങ്ങളെല്ലാം വിദ്യയോട് ഞാൻ തുറന്നു പറഞ്ഞു. ART മരുന്നുകൾ അല്ലെങ്കിൽ ആന്റി റിട്രോവൈറൽ തെറാപ്പി എങ്ങനെ ഗുണം ചെയ്യുമെന്ന് ഞാൻ വിദ്യയെ പറഞ്ഞ് മനസ്സിലാക്കി. ഏത് വൈറസിനും പകരാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിലെ ആ വൈറസിന്റെ അളവിനെ ആശ്രയിച്ചിരിക്കുന്നു. HIV മരുന്നുകൾ വൈറസിനെ പുനരുത്പാദിപ്പിക്കുന്നത് തടയുന്നു. ഈ മരുന്നുകൾ ആരംഭിച്ചതിന് ശേഷം 6 മാസത്തിനകം വൈറൽ ലോഡ് സാധാരണയായി കുറഞ്ഞു കാണാറുണ്ട്. അപ്പോൾ HIV പുനരുത്പാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വൈറൽ ലോഡ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ പുതിയ കോശങ്ങളെ അത് ബാധിക്കത്തില്ല. നിങ്ങളുടെ വൈറൽ ലോഡ് കുറയുമ്പോൾ മറ്റുള്ളവരിലേക്ക് HIV പകരാനുള്ള സാധ്യതയും കുറവാണ്. ART മരുന്നുകൾക്ക് പൂർണ്ണമായി HIV ചികിത്സിച്ചു മാറ്റാൻ കഴിയില്ല. നിങ്ങളുടെ വൈറൽ ലോഡ് കണ്ടെത്താനാകാത്തപ്പോൾ പോലും നിങ്ങളുടെ ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ സിസ്റ്റം, ബ്രെയിൻ അല്ലെങ്കിൽ ബോൺ മാരോ തുടങ്ങിയ ശരീരഭാഗങ്ങളിൽ HIV അണുക്കൾ അപ്പോഴും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. റിസർവയർ എന്ന് പറയും. ART നിർത്തിയാൽ വീണ്ടും ഈ ഒളിഞ്ഞിരിക്കുന്ന വൈറസ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. ഇനി അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ് ഉള്ളപ്പോൾ ബോഡി സിക്രീഷനിൽ, ഉദാഹരണത്തിന് സീമൻ, വജൈനൽ ഫ്ലൂയിഡ് ആൻഡ് ബ്ലഡിൽ വൈറസിന്റെ ഒരു അംശം മാത്രമേ കാണുകയുള്ളൂ. വൈറൽ ലോഡ് അൺഡിറ്റക്റ്റബിൾ ആയതിനു ശേഷം 6 മാസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ വൈറൽ ലോഡ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാധാരണ രീതിയിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് പറ്റുമെന്നും മനസ്സിലാക്കിപ്പിച്ചു. ഇതെല്ലാം കേട്ടപ്പോൾ വിദ്യയാകെ ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരുന്നു. സ്വയം ഒരു തീരുമാനം എടുക്കാതെ HIV ട്രീറ്റ് ചെയ്യുന്ന മറ്റ് സ്പെഷ്യലിസ്റ്റുകളുമായി ബന്ധപ്പെടാൻ ഞാൻ ഉപദേശിച്ചു. അങ്ങനെ ചെന്നൈ, ഡൽഹി, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലെ ഡോക്ടർമാരെ വിദ്യ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവരെല്ലാം തന്നെ ഒരേ കാര്യം പറഞ്ഞു. ബാബുവിന് ആജീവനാന്ത ചികിത്സ വേണ്ടി വരും. അദ്ദേഹത്തിന് അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ് ആയി കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് സാധാരണ ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ കഴിയും. ബാബുവിന് ട്രീറ്റ്മെന്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു 6 മാസം വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക എന്ന ഉപദേശത്തോടെ ഞാൻ വിദ്യയെ മടക്കി അയച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ ബാബുവിന്റെ വൈറൽ ലോഡ് ചെക്ക് ചെയ്തപ്പോൾ അത് 100 copies per ml താഴെയായി കണ്ടു.
സന്തോഷമുള്ള കാര്യമാണെന്നും ട്രീറ്റ്മെന്റ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുവാനും ഞാൻ നിർദ്ദേശിച്ചു. ഇനി 6 മാസം കഴിഞ്ഞാൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പോലും മറ്റുള്ളവരിലേക്ക് HIV പകരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന കാര്യം ഓർമ്മിപ്പിച്ചു. രണ്ടുപേർക്കും ഇനി മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകുന്നതിനും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞു കൊടുത്തു. അങ്ങനെ വിദ്യ മറ്റു ഡോക്ടേഴ്സായിട്ടും വീട്ടുകാരുമായിട്ടും എല്ലാം ആലോചിച്ചതിന് ശേഷം ബാബുവിനെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴും ബാബു തയ്യാറല്ലായിരുന്നു. ഡോക്ടർ, ഞാൻ വിവാഹം കഴിച്ച് അവളുടെ ജീവിതം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ വേറെ ആരെയെങ്കിലും വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കട്ടെ. ഡോക്ടർ വിദ്യ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ എന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ വിദ്യ ബാബുവിനെ കൺവിൻസ് ചെയ്തു. വിവാഹം കഴിഞ്ഞിട്ട് എനിക്ക് ക്യാൻസർ വന്നാൽ താങ്കൾ എന്നെ ഉപേക്ഷിക്കുമോ? ഇത് മാറാത്ത ക്യാൻസർ പോലെ അല്ലല്ലോ. മരുന്ന് കഴിച്ചാൽ സാധാരണ ജീവിതം നയിക്കാൻ പറ്റുമല്ലോ. പിന്നെന്താണ് പ്രശ്നം? അങ്ങനെ 1 വർഷം കഴിഞ്ഞിട്ടും ബാബുവിന്റെ വൈറസ് ലോഡ് അൺഡിറ്റക്റ്റബിൾ ആയിരുന്നതിനാൽ എല്ലാവരുടെയും സമ്മതത്തോടെ അവർ വിവാഹിതരായി. കഴിഞ്ഞ വർഷം അവർക്കൊരു കുഞ്ഞും ജനിച്ചു. ആരോഗ്യമുള്ള HIV നെഗറ്റീവ് ആയ കുട്ടി. ഇന്ന് ബാബുവും ദിവസവും ART മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ബാബുവും വിദ്യയും അവരുടെ കുട്ടിയും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ സാധാരണ ജീവിതം നയിക്കുന്നു. ബാബുവിന്റെ കഥ നമ്മെ വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ടാസ്ക് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആസ് പ്രിവെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് HIV പേഷ്യൻസ് ART മരുന്നുകൾ എടുത്തിട്ട് തികഞ്ഞ ആരോഗ്യത്തോടെ ഇരിക്കുകയും മറ്റൊരാൾക്ക് പകരാതിരിക്കുകയും ചെയ്യുന്നതാണ്. HIV ഇനി ഒരിക്കലും ഒരു വധശിക്ഷയെ അല്ല. ശരിയായ ചികിത്സയിലൂടെ ആളുകൾക്ക് ദീർഘവും ആരോഗ്യകരമായ ജീവിതം നയിക്കാനാവും. U ഈസ് ഈക്വൽ ടു U, അതായത് അൺഡിറ്റക്റ്റബിൾ ഈസ് ഈക്വൽ ടു അൺട്രാൻസ്മിറ്റബിൾ എന്ന സന്ദേശം അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ് ആയിട്ടുള്ള HIV പേഷ്യൻസ് എല്ലാ തരത്തിലും നോർമൽ ആണെന്നുള്ളതാണ്. ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഈ ക്യാമ്പയിൻ ലോകമെമ്പാടും 2016 സ്റ്റാർട്ട് ചെയ്തത്. ഇത് HIV ഉള്ളവരോടുള്ള അകൽച്ച കുറയ്ക്കുന്നു. ഇങ്ങനെ ഒരു സന്ദേശം മറ്റുള്ളവരിൽ എത്തിച്ചാൽ കൂടുതൽ ആൾക്കാർ പരിശോധനയ്ക്കായി വരികയും റെഗുലറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യുന്നത് വഴി വീണ്ടും ഒരു ജീവിതം അവർക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. So always remember, U is equal to U. Undetectable is equal to untransmittable. വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം.